പൊതുവേ നമ്മളിതൊക്കെ സ്വാമിമാരോട് ചോദിക്കേണ്ട ചോദ്യമാണ്. പക്ഷെ അന്ന് ഇത്രയോട് ചോദിക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ ഇതൊരു മനുഷ്യന് മനസ്സിലാവുന്ന രീതിയിൽ പറയുന്നുള്ള പ്രതീക്ഷ കൊണ്ടാണ് കേട്ടോ. പൊതുവെ ആളുകൾ പറയില്ലേ എന്ന് വെച്ചാൽ സന്തോഷം തേടും തോറും അല്ലെങ്കിൽ സമാധാനം എത്ര നമ്മൾ തേടുന്നു അത്രയും നമ്മുടെ കയ്യിൽ നിന്ന് വിട്ടുപോകുന്നു. പിന്നെ ഭൗതികമായിട്ടുള്ള പല ആവശ്യങ്ങളും, ഇപ്പോൾ ജോലി, സമ്പത്ത് ഒക്കെ ഉണ്ടായിട്ട് അവർക്ക് സന്തോഷമില്ല. ഇതാണല്ലോ മതം പൊതുവെ സോൾവ് ചെയ്യുന്ന ഏറ്റവും വലിയ പ്രോബ്ലം. ഇതിന് മതം ഒഴിവാക്കി നിർത്തിയിട്ടുള്ളൊരു സൊല്യൂഷൻ എന്താണ്? നമ്മൾ മനസ്സിലാക്കാനുള്ള മതവും ഈ സ്വർഗത്തിലേക്ക് പോകുന്നു അല്ലെങ്കിൽ സന്തോഷം നേടുന്നു എന്ന് പറയുന്നത് പോലെ സ്വർഗത്തിലല്ല, ഇവിടെ മനസ്സിലായി അല്ല ഞാൻ പറയുന്നത്. പണ്ട് കാലത്ത് മനുഷ്യർ ഈ പറയുന്ന രണ്ട് സ്ട്രെസ്സാണ് നമ്മൾ അനുഭവിക്കുന്നത്. ഒന്ന് നമ്മുടെ ജീവിക്കാനായിട്ട് നിലനിൽക്കാനായിട്ടുള്ളത്, അതിനകത്ത് സംതൃപ്തി കണ്ടെത്തുന്നത് ഈ രണ്ട് ഭാഗമേ ഉള്ളൂ. അല്ല വേറെ ഒന്നും കൂടുതലൊന്നും ജീവിതത്തിനകത്ത് മനുഷ്യർക്ക് ചെയ്യാനൊന്നുമില്ല. മനുഷ്യർക്കല്ല ഒരു ജീവിക്കും ചെയ്യാനില്ല. പക്ഷെ ഈ സാധനത്തിനെ എക്സാജറേറ്റ് ചെയ്യിച്ചെടുത്താൽ അതുകൊണ്ട് മനുഷ്യരെ ഉപയോഗിക്കാൻ പറ്റുമെന്ന് കണ്ടെത്തിയ പഴയകാലത്തെ സിസ്റ്റം കൊണ്ടാണ് ഇയാൾ ഈ പറയും മതമൊക്കെ വർക്ക് ചെയ്യുന്നത്. അങ്ങനെ ആളുകളെ നിയന്ത്രിക്കാൻ വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്ന സിസ്റ്റമാണത്. അങ്ങനല്ലാതെ നമുക്ക് സ്ട്രെസ് റിലീവ് ചെയ്യുന്ന പല കാര്യങ്ങളും നമ്മൾ ചെയ്യേണ്ടതുണ്ട്. ഇത് നമ്മൾ സ്വാഭാവികമായി ചെയ്യുന്നതാണ്. ഒരു പണിയെടുക്കുമ്പോൾ നമുക്ക് ക്ഷീണം വരുമ്പോൾ നമ്മൾ മാറിയിരിക്കുന്നു എന്ന് പറയുന്നത് പോലെ തന്നെ ഇത്തരത്തിലുള്ള ആന്തരികമായ സംഘർഷങ്ങൾ ഒഴിവാക്കുന്നത് ആ സന്ദർഭത്തിൽ നിന്ന് മാറുക എന്നുള്ളതാണ് ആദ്യത്തേത്. നമ്മളിപ്പോൾ ഉറുമ്പിൻ്റെ കൂട്ടിനകത്ത് നമ്മൾ കൈ അങ്ങോട്ട് വെച്ച് ഉറുമ്പ് കടിച്ച് അവിടെ കിടന്ന് എത്ര കഴിഞ്ഞാലും ഉറുമ്പ് കടിച്ചുകൊണ്ടിരിക്കും. കാരണം കൈ അവിടെ തന്നെ ഇരിക്കുകയാണ്. നമ്മൾ ആദ്യം ചെയ്യുന്നത് എന്താ? കൈ അങ്ങ് എടുക്കുക എന്നുള്ളത്. അത് കഴിഞ്ഞ് കടിച്ച ഓരോന്നിനെ എടുത്ത് കളഞ്ഞ് അത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഈ എന്താണ് അരയ്ക്കുക എന്ന് പറയുന്ന വേദന ഉണ്ടാക്കുന്ന ഒരു കെമിസ്ട്രി അത് ചെയ്യുന്നതുകൊണ്ടാണല്ലോ നമ്മുടെ കയ്യിൽ നോവുന്നത്. അതിന് അത് മാറ്റുന്നത് കഴുകിക്കളഞ്ഞിട്ട് അതിൻ്റെ അളവ് കുറയ്ക്കുക. അത് കഴിഞ്ഞാൽ പിന്നെ ലേപനങ്ങൾ തേച്ചിട്ട് മരവിപ്പിക്കുക. ഇതൊക്കെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. ഇതെല്ലാം നമ്മൾ സ്വാഭാവികമായും ചെയ്യുന്നതല്ലേ. ഇതേ രീതികളാണ് ആന്തരികമായ ലോകത്തുമുള്ളത്. പക്ഷെ ഇത് ഈ ഉറുമ്പ് പോലെയല്ലല്ലോ നമ്മൾ നേരത്തെ പറഞ്ഞ IT കമ്പനിയിലെ ജോലിക്കാരൻ. അതേ അറിഞ്ഞാലേ അവിടെ ഈ സാധനങ്ങൾ IT കമ്പനിക്കാരനായിരിക്കുന്നവർ സംഘടിതമായി അവരുടെ പ്രശ്നവും എല്ലാവരുടെയും ഒന്നാണെന്ന് അറിയിക്കാതിരിക്കാൻ യൂണിയൻ ഉണ്ടാക്കാൻ അനുവദിക്കാത്ത ജീവികളാണ് അവർ. അതുകൊണ്ട് പൊതുവായി അവരുടെ പ്രശ്നം അവരുടെ ഈ ഇങ്ങനത്തെ സിസ്റ്റത്തിനകത്താണ് നമ്മൾ ഈ ശ്വാസം മുട്ടുന്നതെന്ന് അവർ തിരിച്ചറിയാൻ അനുവദിച്ചിട്ടില്ല. ഏറ്റവും പുതിയ വ്യവസായമാണല്ലോ. പഴയ സമയത്ത് ആൾക്കാരുടെ പൊതുപ്രശ്നത്തിനെ അവരെ ഒന്നിച്ച് യൂണിയനൈസ് ചെയ്തിട്ട് അതിനെ എതിർത്തായിരുന്നു. അപ്പോൾ നമുക്ക് അതിന് ഒത്തിരി കാര്യങ്ങൾ കൊടുക്കണം. ഇതങ്ങനെയല്ല. ഓരോ വ്യക്തിയുടെയും പ്രശ്നമാക്കി മാറ്റി ഇൻഡിവിജ്വലാക്കി മാറ്റുക എന്നുള്ളതാണ് അവർ ചെയ്തത്. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള പ്രശ്ന പരിഹാരങ്ങൾ മുഴുവൻ നിൽക്കുന്നത്. തീരെ യൂണിയനൈസ് ചെയ്യാൻ അനുവദിക്കത്തില്ല. പൊതുവായ പ്രശ്നമാണെന്നല്ല, വ്യക്തിഗതമായി കോപ്പി ചെയ്യാൻ നിങ്ങൾക്ക് കഴിവില്ലാത്തതുകൊണ്ടാണ് നിങ്ങൾ നല്ല ആളാകാത്തതെന്ന് പഠിപ്പിക്കും. ഇതാണ് അവർ ചെയ്തത്. അത് ഉറപ്പിക്കുന്ന നിലവാരത്തിൽ ഞങ്ങൾക്ക് മരുന്നുണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഈ ധ്യാനക്കാർ മുഴുവൻ എത്തി പ്രത്യക്ഷം ഇതാണ് ചെയ്തത്. ശരിക്കും ജോലി രാജിവെക്കുകയാണ് ചെയ്യേണ്ടത്. എല്ലാവരും രാജിവെക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. എന്നിട്ട് പുറത്തിറങ്ങി യൂണിയൻ ഉണ്ടാക്കി അന്ന് തീരും ഇവരുടെ പ്രശ്നം. പെൻഷൻ വേണം, സോഷ്യൽ സെക്യൂരിറ്റി വേണം, പിരിച്ചുവിടാൻ പറ്റത്തില്ല എന്ന് പറയുന്ന സാധനം വന്ന IT-യിലുള്ളവരുടെ 90% പ്രശ്നം അപ്പോൾ പരിഹരിക്കും. അത് ചെയ്യാൻ അനുവദിക്കത്തില്ല. ഇത് വളരെ ലേറ്ററായ ഡെവലപ്പ് ചെയ്ത സിസ്റ്റംസിനകത്തൂടെ കണ്ടെത്തിയതാണ്. ഇവരെ ഐസൊലേറ്റ് ചെയ്ത് ഒറ്റപ്പെടുത്തി ഒറ്റയ്ക്ക് പരിഹാരം മേടിക്കുന്നതിൻ്റെ കാശും കൂടെ മേടിക്കാൻ പറ്റുമെന്ന് കണ്ടുപിടിച്ചതാണ് നമ്മൾ ഈ കാണുന്ന സകല പുത്തൻ സ്പിരിച്വലിസം മുഴുവൻ ഉൽപ്പാദിപ്പിക്കപ്പെട്ടത് ഈ കമ്പനികളിനകത്തുനിന്ന്. പണ്ട് ആലപ്പുഴയിലെ ചാകര വീഴുന്ന സമയത്ത് ഒരു പ്രദേശം മുഴുവനും കൂടെ ഉത്സവം പോലെ സകല സോപ്പ് ചീപ്പ് കണ്ണാടിക്കാരനും ഈ മാജിക്കുകാരനും എല്ലാം അവിടെ നിന്ന് പ്രത്യക്ഷപ്പെടും. വള്ളം നിറച്ച് മീൻ കിട്ടിക്കൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് 1-2 ആഴ്ച കഴിയുമ്പോഴത്തേന് മീനെ തീരും. ഉത്സവക്കാരെല്ലാം കംപ്ലീറ്റും. ഒറ്റ പൈസ കാണത്തില്ല ഈ പാവങ്ങളുടെ കയ്യിലൊക്കെ. ഇതൊക്കെ മുഴുവൻ ഒരു മേടിച്ചിട്ടുണ്ട്. ഇതാണ് ഈ IT-കാരുടെ ധ്യാനം. ചാകരയാണത്. കുറച്ച് നീണ്ട ചാകരയാണെന്നേ ഉള്ളൂ. നന്നായിട്ട് ഇംഗ്ലീഷ് പറയുന്ന സ്വാമിമാരുണ്ടായത് അത് അത്രയുള്ള അവരെ ഇറക്കും. ഇത് ഈസ്റ്റേൺ മിസ്റ്റിസിസം മുഴുവനും കൂടെ വെസ്റ്റ് പ്രത്യക്ഷപ്പെടുന്നത് ഞാൻ ഈ പറഞ്ഞത് യൂണിയനൈസേഷൻ അനുവദിക്കപ്പെടാതിരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് വന്നതാണ്. അപ്പോഴാണ് ഈ ആളുകളെ ആവശ്യമായിട്ട് വന്നത്. ഇവർക്ക് പ്രശ്നമുണ്ടായി ഇതിൻ്റെ മണ്ടേന്ന് താഴോട്ട് ചാടാൻ തുടങ്ങി. കെട്ടിത്തൂങ്ങി ചാകുകയും ആത്മഹത്യ ചെയ്യുന്നവരുടെ എണ്ണം കൂടിയ സമയത്ത് പരിഹാരമാർഗമായി ഉണ്ടായതാണത്. മറുവശത്ത് മയക്കുമരുന്ന്.
പിന്നെ മറ്റ് ബ്ലൂ കോളർ ജോലിക്കാരുടെ മാതിരിയുള്ള ഒരു നല്ലൊരു സോഷ്യൽ ആ സെറ്റപ്പ് സാധനം ഇതുകൊണ്ടാക്കിയില്ലേ വളരെ കൃത്യമായിട്ട് നമ്മളത് കാണണം. ഞാൻ ഈ ബ്രോയിലർ ചിക്കൻ എന്ന് പറയുമ്പോൾ വെറുതെ പറയുന്നതല്ല അത്. ഇത് ലോകത്തിനെ പറ്റി അങ്ങനെ മനസ്സിലായതുകൊണ്ട് പറയുകയാണ്. അങ്ങനെ ചെയ്തിട്ട് ഈ ഒറ്റയ്ക്കാക്കി എല്ലാവരെയും അവരുടെ പ്രശ്നം അവരുടെ മാത്രം മോട്ടിവേഷണൽ പ്രോബ്ലം ആയിട്ട് കണ്ട് അതുകൊണ്ടാണ് മോട്ടിവേഷണൽ സ്പീക്കേഴ്സ് മുഴുവനും കൂടെ പ്രത്യക്ഷപ്പെട്ടു. മുഴുവൻ നോക്കിയാൽ മതി, IT കമ്പനിയുടെ ചുറ്റിനും മോട്ടിവേഷണൽ സ്പീക്കേഴ്സാണ്. എന്തുകൊണ്ടാണ്? ഇതേ തന്നെയാണ്. ഇവന് സ്ട്രെസ് വന്ന് ചാവും. അത് പണ്ട് സ്വാമിമാര് ചെയ്തിരുന്നതാണ്. സ്വാമിയാണത്. പുതിയ വാക്ക് മാത്രം അത്. മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ അവൻ്റെ കയ്യിലിരിക്കുന്നത് ഈ പകുതി ഇതേയും ബൈബിളും ഖുറാനുമാണ്. അതിനകത്തെ വരികളാണ് അവൻ പറയുന്നത്. അവൻ വേറെ ലോകത്തുള്ള സാധനമൊന്നും ഇതുവരെ ഒരു മോട്ടിവേഷൻ സ്പീക്കർ തന്നെത്താൻ എന്തെങ്കിലും കണ്ടുപിടിച്ചിട്ടുണ്ടോ? ഇയാൾ പറ, ഒരു ആളുടെ വരി പറ, അങ്ങനെ ഒരു സാധനം ഇല്ല. ഇത് മുഴുവൻ ഇതിനകത്തുനിന്ന് എടുക്കും. അത് നല്ലോണം ഈ പഴയ എന്താണ് വീഞ്ഞ് പുതിയ കുപ്പിയിലാക്കുക എന്ന് പറയുന്ന പണിയാണ് ചെയ്യുന്നത്. അത് ഈ ആളുകളെ ഉപയോഗിക്കാൻ പറ്റുമെന്ന് ഞാൻ പറഞ്ഞില്ല. ചാകര വീണ പോലാണ്. പെൻഷൻ കൊടുക്കാത്ത കാശ് മുഴുവൻ കയ്യിൽ കൊടുത്ത് അത് മുഴുവനും വേറെ ആൾക്കാർ വലിച്ചുകൊണ്ട് പോകുക എന്ന് പറഞ്ഞാൽ ചുറ്റുപാടും ഇഷ്ടം പോലെ കുടിക്കാനും ഉള്ള കൊക്കോകോള തൊട്ട് സകല സാധനം കുടിപ്പിക്കുകയും ഇതെല്ലാം ചെയ്ത് ചീർത്ത് ഇതുങ്ങൾ എന്തോ ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാതെ അന്ന് അവിടെ ഒരു മെഷീനും ഉണ്ടാക്കി അതിൽ കിടന്ന് ഓടിയാൽ മതി എന്ന് പറഞ്ഞിട്ട് ഇതെല്ലാം കൂടെ ഒന്നിച്ചൊരു ടോട്ടൽ ഇൻഡസ്ട്രിയാണ് ഇതിൻ്റെ ചുറ്റിനും. ഇത് മുഴുവൻ ഈ യൂണിയൻ ഉണ്ടാക്കി ചെയ്യാൻ അനുവദിക്കാതിരിക്കുന്നതുകൊണ്ടാണ് ആൾക്കാർ. അപ്പോൾ അവർക്ക് ഒന്നിച്ച് സോഷ്യലൈസ് ചെയ്യാനൊക്കെ ഇതില്ല. പിന്നെ ആകെ ഉണ്ടാകുന്ന എന്താണ്? വീക്കെൻഡിൽ യാത്രയ്ക്ക് പോവുക. അത് ചെയ്താണ്. അത് അമേരിക്കയിലെ ഡെവലപ്പ് ചെയ്ത സിസ്റ്റമാണ്. അങ്ങനെ അവിടെ പോകും, എല്ലാവരും ക്യാമറ മേടിക്കും. ഇതൊക്കെയാണ് ചെയ്യുന്നത്. സകലരും മുഴുവൻ പേരുടെയും ക്യാമറ. അല്ല, കുറച്ചൊക്കെ ഒരു പ്രകൃതിയായിട്ടൊക്കെ ഒന്ന് ഞാൻ കാട്ടി പോകുന്ന ഈ രണ്ട് ദിവസം പോകുന്നത് ബാക്കി 5 ദിവസം ജീവൻ പാഴാക്കാനാണ്. ഇതിങ്ങനെ ഈ സിസ്റ്റം നമ്മൾ അത് പഠിച്ചാൽ നമുക്കതിങ്ങനെ കാണാം ഇത് എന്തായി ചെയ്യുന്നതെന്ന്. അങ്ങനെ ചെയ്തിട്ട് പണ്ടുള്ളവർ ഇതേ ദിവസങ്ങളിൽ അമ്പലത്തിലും പള്ളിയിലും ആവക്കൊണ്ടിരുന്നേ. അവിടെ പോയി മുട്ടുകുത്തി എൻ്റെ ദൈവമേ എന്നെ രക്ഷിക്കണേ എന്ന് പറഞ്ഞിട്ട് ഞങ്ങളെല്ലാം ഭാവികളാണ്, ജനിച്ചപ്പോഴേ ഭാവിയായിട്ട് ജനിച്ചു പോയില്ലേ, അങ്ങനത്തെ ഭാവികളായിട്ടാണല്ലോ ഇരിക്കുന്നത്. ഈ സാധനത്തിന് പകരമാണ് ഈ മോട്ടിവേഷണൽ സാധനങ്ങൾ മുഴുവൻ പ്രത്യക്ഷപ്പെട്ടത്. ധ്യാനം, യോഗം, സകല സാധനം. അപ്പോൾ നല്ല എഫിഷ്യൻ്റ് ആയിട്ടുള്ള ബ്രോയിലർ ചിക്കനായിട്ട് വരും. 1.5 മുട്ടയിടും. നേരത്തെ പറഞ്ഞല്ലോ ഈ ജീവൻ എന്ന് പറഞ്ഞ വേറൊരു മറ്റ് ഒരാളെ വേറെയായിട്ട് കാണുന്ന ഒരു അവസ്ഥയാണ് എന്നുള്ളത്. അതാണല്ലോ ഈ ഐസൊലേഷന്റെയും. അല്ല, അത് ഇയാൾ സൂക്ഷിച്ച് മനസ്സിലാക്കേണ്ട ഒരെണ്ണ. മറ്റുള്ളവരൊന്നുമില്ല. ജീവൻ എന്ന് പറഞ്ഞത് എന്താണെന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പുറത്തുള്ളവരെ അന്യരായി കാണുന്ന സാധനം കാണുന്നതല്ല, പക്ഷെ അതൊരു തിരിച്ചറിവാണ്. തിരിച്ചറിവാണ്, അതല്ല പറയുന്നത്. ജീവ അനുഭവം എന്ന് പറഞ്ഞാൽ പ്രപഞ്ചത്തിനകത്ത് അതിരനുഭവത്തിനെയാണ്. അത് വളരെ സൂക്ഷ്മമായിട്ട് മനസ്സിലാക്കണം. ഇയാൾക്കൊരു അതിരനുഭവമുണ്ട്. ഇയാൾ ആ കസേരയിൽ ഇരിക്കുമ്പോൾ ഇയാളുടെ അതിരായിട്ട് ഇയാൾ അനുഭവിക്കും. ഞാനിവിടെ നിന്ന് എണ്ണീറ്റ് വന്ന് ഇയാളുടെ മടിയിലോട്ടിരുന്നാൽ മതി, ഇയാൾക്ക് അതിര് കടന്നതായിട്ട് അപ്പം അറിയും. അതിര് കടന്ന് പെരുമാറുന്നത് നമ്മൾ പറയുന്നത് നമുക്കൊരു അതിരെപ്പോഴും അനുഭവിക്കും. ജീവൻ്റെ ലക്ഷണമാണ് അതിര്. അത് നമ്മുടെ എന്ന് പറയുന്നതെല്ലാം നമ്മുടെ അതിരിനുള്ളിലാകണം. വലിയൊരു വിഷയമാണ് അത്. ഇവിടെ നമ്മളിപ്പോഴത്തെ ഡിസ്കഷനകത്ത് പറയാൻ. പക്ഷേ അത് മനസ്സിലാക്കിക്കൊണ്ട് വേണം ജീവൻ്റെ ലോകത്തിനെ മനസ്സിലാക്കാൻ. അങ്ങനെ മനസ്സിലാക്കിയാലേ നമ്മൾ ഇന്ന് ഇവർ ഈ പറയുന്നതിനൊക്കെ നമ്മൾ ഇങ്ങനെ അല്ലാതെ ഇതിന് മനസ്സിലാക്കാൻ പറ്റും. ഒരു ജീവൻ ചെയ്യുന്നത് ചുറ്റുപാടിനെ അതിനനുകൂലമായി ഇണക്കുകയും ചുറ്റുപാടിന് അനുകൂലമാക്കാൻ കഴിയാത്തതിനോട് ഇണങ്ങുകയും ചെയ്യുക എന്ന് പറയുന്ന പ്രവൃത്തിയാണ് ജീവൻ. എന്താണ് ജീവിതമായിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ ചുറ്റുപാടിനെ അനുകൂലമായി ഇണക്കുന്നതും ചുറ്റുപാടിനോട് ഇണങ്ങുന്നതുമാണ്. അപ്പോൾ ആദ്യകാലത്ത് നമുക്ക് ഇണക്കാനുള്ള കഴിവ് കുറവായതുകൊണ്ട് ഇണങ്ങുന്നതാണ്, അഡാപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ചെയ്തിരുന്നത്. അത് കഴിഞ്ഞിട്ടാണ് നമ്മളെന്ന് പറഞ്ഞാൽ മനുഷ്യരുടെ കാര്യമല്ല പറയുന്നത്. ജീവി, ഒരു ബാക്ടീരിയ അതിന് ചുറ്റുപാടും അതിനെ അനുകൂലമാക്കി മാറ്റുമ്പോഴാണ് പാല് തൈരാകുന്നത്. അത്രയേ ഉള്ളൂ അത് ചെയ്യുന്നത്. അതിനനുകൂലമാക്കി മാറ്റുക, അത്രയേ ഉള്ളൂ. അപ്പം അനുകൂലമാക്കുകയും അനുകൂലമാക്കാനൊക്കാത്തിടത്തോട്ട് അഡാപ്റ്റ് ചെയ്യുകയും ചെയ്യുക എന്നുള്ളതാണ് ചെയ്യുന്നത്. ഈ പ്രക്രിയയാണ് നമ്മൾ എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇയാൾ ഇരിക്കുന്ന കസേരയിൽ കുറച്ച് നേരം ഇരുന്ന് കഴിയുമ്പോൾ ചന്തിക്ക് ഇങ്ങനെ ഒരു തരിപ്പ് തോന്നും, കാരണം ബ്ലഡ് ഒഴുകുന്നില്ല. അപ്പോൾ നമ്മളിങ്ങനെ ഒന്ന് അനങ്ങിയിരിക്കും. ഇങ്ങനെ ഏത് സമയത്തും നമ്മളിത്
ഈ സ്വാസ്ഥ്യം എന്ന് പറയുന്നിടത്ത് ഇരിക്കുന്നത്. അതുകൊണ്ടാണ് ആൾക്കാർ സന്തോഷം അന്വേഷിച്ചാൽ എല്ലാവരും നടക്കുന്നതെന്നൊക്കെ ഈ പറയുന്നതൊക്കെ ഇത് യഥാർത്ഥത്തിൽ നമ്മൾ ഈ ഇരിക്കുന്ന ചുറ്റുപാടിനെ അനുകൂലമാക്കുന്ന പ്രവൃത്തിയിലാണ് നമ്മളുള്ളത്. അനുകൂലമാക്കുന്ന പ്രവൃത്തിയാണ് നമ്മൾ ഈ കാണുന്ന മുഴുവൻ ഉണ്ടാക്കിയത്. പണ്ട് കാലത്ത് ഇത് ഇങ്ങനെ മാറ്റാൻ നമുക്ക് പറ്റത്തില്ല. നമുക്ക് ഇങ്ങനെ ഒരു കപ്പ് കണ്ടുപിടിക്കാനൊക്കത്തില്ല. ഒരു ഗ്ലാസ്സിനകത്ത് വെള്ളം എടുത്തുകൊണ്ട് വരാൻ കൈ കൊണ്ടുപോയി കോരിക്കൊണ്ടുവരണം. അപ്പം അങ്ങോട്ട് പോക്കേ നടക്കത്തുള്ളായിരുന്നു. അപ്പം ചുറ്റുപാടിനോട് ഇണങ്ങുന്ന ജീവികളാണ് നിലനിന്നത്. ഇണക്കുന്ന ലോകത്തേക്ക് വന്നതിനെയാണ് ഇണക്കാൻ ഓരോ ജീവിയും ശ്രമിച്ചതാണ് നമ്മൾ ഈ പറയുന്ന എവല്യൂഷണറി ആയി ലോകത്തിനത് പറക്കാൻ പഠിച്ച ജീവികളും നടക്കാൻ പഠിച്ച ജീവികളും നീന്താൻ പഠിച്ച ജീവികളും ഒക്കെ ചുറ്റുപാടിനോട് ഇണങ്ങുക എന്ന് പറയും. ഈ ഇണങ്ങുക എന്ന് പറയുന്ന പ്രക്രിയയുടെ എല്ലാവരും ചെയ്യുന്നതാണ്, എല്ലാ ജീവികളും ചെയ്യുന്നതാണ്. ഇതൊക്കെ നമ്മൾ അങ്ങനെ മനസ്സിലാക്കുമ്പോഴാണ് നമ്മൾ ഈ പറയുന്ന സ്വാസ്ഥ്യത്തിൻ്റെ ലോകം എന്ന് പറയുന്നത്. ഇപ്പോൾ ഇയാളുടെ സെല്ലിനകത്തെ ഉള്ള എല്ലാ കെമിസ്ട്രിയും ബാലൻസ്ഡ് ആയിട്ട് നിൽക്കുന്ന ഹോമിയോസ്റ്റാസിസ് എന്ന് അതിന് പറയുന്നത്. ആ അവസ്ഥയാണ് സ്വാസ്ഥ്യം എന്ന് പറയുന്നത്. ഇത് ഇംബാലൻസ് ഇല്ലാതെ ഒരു സെല്ലിനകത്ത് നിലനിർത്തുക എന്നുള്ളത്. ഈ ആയിരക്കണക്കിന് സെല്ലുകൾ ചേർന്ന് ഇതേ പ്രക്രിയ ചെയ്യുന്നതാണ് നമ്മളായിട്ടിരിക്കുന്ന അവസ്ഥ. കോടിക്കണക്കിനാണ് നമ്മുടെ കാര്യം. ഇതിനൊരു ഈ ഇരിക്കുന്ന ഇത്രയും കോശങ്ങളെ യോജിപ്പിച്ചു കൊണ്ടുപോകുക എന്ന് പറയുന്ന സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഒരു പ്രവൃത്തിയെയാണ് നമ്മൾ ഈ ബ്രെയിൻ എന്ന് പറയുന്ന സാധനം ചെയ്യുന്നത്. മൊബിലിറ്റി ഉള്ളപ്പോൾ മാത്രമേ ബ്രെയിൻ ആവശ്യമുള്ളൂ. നമ്മൾ വെറുതെ നോക്കിയാൽ മതി, ഒരു മരത്തിൻ്റെ കേന്ദ്രവേദ കേന്ദ്രമുണ്ടോ? ആ കണ്ടോ, എന്തുകൊണ്ടാണ് കേന്ദ്രം വേണ്ടാത്ത? എത്ര കോടി സെല്ലുള്ളതാണ് മരം. അല്ല, അത് ഞാൻ മനസ്സിലാക്കിയത്, അതായത് ഇതെല്ലാം ഒരുമിച്ച് നിൽക്കണമെങ്കിൽ ഇതെല്ലാം ഒന്നാണെന്നൊരു തോന്നൽ അത് തോന്നലുമായിട്ട് ഒരു ബന്ധമല്ല. ആ കോശങ്ങൾ നീങ്ങുന്നില്ല, അത് ഒരിടത്ത് ഉറച്ചാ നിൽക്കുന്നത്. മൊബിലിറ്റി ഉണ്ടാകുമ്പോഴാണ് ഇയാളും ഞാനും കൂടെ ഈ റോഡ് ക്രോസ് ചെയ്യണമെങ്കിൽ ഞാൻ ഇയാളെ കയ്യെ പിടിച്ചിട്ട് ഞാൻ ഓടുമ്പോൾ ഇയാൾ അങ്ങോട്ട് പിടിച്ചാൽ നമ്മൾ രണ്ടുപേരുടെ വണ്ടി ഇടിച്ച് കത്തുപോകും. രണ്ടുപേരും കോർഡിനേറ്റ് ചെയ്യണം. ഈ കോർഡിനേഷൻ എന്ന് പറയുന്നതാണ് നമ്മുടെ ബ്രെയിൻ എന്ന് പറയുന്നത്. ഇത്രയും കോശങ്ങൾ ഇപ്പം മൊബൈലായിരിക്കുന്ന ജീവികൾക്ക് മാത്രമാണ് കേന്ദ്രം വരുള്ളൂ. അതുകൊണ്ടാണ് മൊബൈൽ അല്ലാത്ത മരത്തിന് വരാത്തത്. ആവശ്യമില്ല. അല്ലാതെ ബ്രെയിൻ ഭയങ്കര ആവശ്യമുള്ളതാണെന്നും ഭയങ്കര സംഭവമാണെന്നൊന്നും വിചാരിക്കരുത്. ഓടുകയും ചാടുകയും ചെയ്യുന്നത് കൊണ്ടാണ് ഈ ബ്രെയിനൊക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ ഇത് നമ്മൾ ഒരിക്കൽ മനസ്സിലാക്കി കഴിഞ്ഞാൽ എങ്ങനെയാണ് ഇതൊക്കെ രൂപപ്പെട്ടു വന്നതെന്ന് നമുക്ക് കാണാൻ പറ്റും. അപ്പം നമ്മുടെ ഈ തരത്തിലുള്ള കേന്ദ്രീകൃതമായിരിക്കുന്ന സ്ഥലത്ത് പുറത്തു നിന്നുള്ള ഇൻപുട്ടുകൾ വരുമ്പോൾ നമുക്ക് അപകടകരമായ സാധനത്തിൻ്റെ ഇൻഫ്ലക്സ് ഇഷ്ടംപോലെ ഒന്നിച്ചു വന്നാൽ നമ്മൾ അവിടുന്ന് ഓടി, അതാണ് ഫ്ലൈറ്റ്. കുഴപ്പം വരുന്നു. അതല്ല, നമുക്ക് ഇവിടെ അത് നേരിടാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഫൈറ്റ്. ഇത് രണ്ടും പറ്റത്തില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഫ്രീസ് ചെയ്തു പോകും, ബോധം കെട്ട് പോകും. ഇപ്പോൾ ശരി, നമ്മൾ പോയിട്ട് ഒരു വണ്ടി ഇടിച്ചാൽ ബോധം കെടുന്നത് അങ്ങനെയാണ്. കാരണം ഓരോ സെല്ലിനകത്തു നിന്നും കമ്പി അടിക്കും തലയ്ക്കകത്തിട്ട്, ഇവിടെ വലിയ പ്രശ്നമാണ്. ഇതെല്ലാം കൂടെ എടുത്തിട്ട് പ്രോസസ്സ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അത് കട്ട് ചെയ്തത്. അതിനെയാണ് ബോധം കെടലെന്ന് പറയുന്നത്. അപ്പം ഇതുപോലൊക്കെയുള്ള കാര്യവസ്ഥയിൽ നമുക്ക് ബോധം കൊണ്ട് ഒരു ഉപകാരമില്ല. അല്ല, ബോധം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കൺഫ്യൂസ്ഡ് ആയി പോകും, ഭ്രാന്ത് വരും. കാരണം ഇപ്പം ഇതെല്ലാം കൂടെ ബസ്സിനകത്ത് തിരക്ക് ആൾക്കാർ കയറുന്ന സമയത്ത് കണ്ടക്ടർ വാതൊക്കെ നിന്ന് കൈകാര്യം ചെയ്യാമെന്ന് ആലോചിക്കുന്നതല്ല, കുഴഞ്ഞു പോകും, കഴിയില്ല. അപ്പൊ സ്വിച്ച് ഓഫ് ചെയ്ത് അയാൾ മാറി ഇങ്ങനെ സൈഡിലോട്ട് മാറി ഇങ്ങനെ നിൽക്കുക. അത് കഴിഞ്ഞതിന് ശേഷം പറഞ്ഞു തുടങ്ങാന്ന് പറയും. ഇതിനെയാണ് ഡിസോസിയേഷൻ എന്ന് പറയുന്നത്. അതെ, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് നമ്മൾ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ജീവനെ പറ്റിയും ജീവിതത്തിനെ പറ്റിയും യഥാർത്ഥമായി ലോകത്തിനെ പറ്റിയുള്ള അറിവ് നമുക്ക് വരികയാണെങ്കിൽ ഈ പഴയ കാലത്തെ ആളുകൾ ഈ പഠിപ്പിക്കുന്ന ദൈവത്തിനെ പിടിച്ച് കാര്യം നേരെയാക്കാവുന്നു, ധ്യാനിച്ച് കാര്യങ്ങൾ നേരെയാക്കാവുന്നു, ഒന്നും പറയുന്ന പോലെ അല്ല നമുക്കിത് മനസ്സിലാക്കേണ്ടത്. ടോട്ടലി വേറൊരു ഭാഷയിൽ ഇത് മുഴുവൻ നമുക്ക് കാണാൻ പറ്റും. സിമ്പിളായിട്ട് ജീവിതം മനസ്സിലാകും. ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യം അത് മാത്രമല്ല, അതായത് നേരത്തെ നമ്മൾ സംസാരിച്ചല്ലോ, അതായത് ഐസൊലേറ്റ് ആയി പോവുകയാണ് ആളുകൾ, വേറെ വേറെ ആയി പോവുകയാണ്. അപ്പോൾ നമ്മുടെ ഉള്ളിൽ തന്നെ ഈ രണ്ട് ചോദനകളും ഉണ്ട്. ഒന്ന്, മറ്റുള്ളവർ ഒക്കെ നമ്മുടെ തന്നെയാണ്, നമ്മളുടെ തന്നെ പ്രകൃതിയുടെ തന്നെ ഭാഗങ്ങളാണ് എന്നുള്ള ഒരു ചോദനയും, അതേസമയം ഞാൻ ചെറിയൊരു വ്യത്യാസമുള്ള ഒരാളാണ് ഒന്നുണ്ടല്ലോ. അതൊരു ഇൻഡിവിജ്വലിസ്റ്റിക് ആയിട്ടുള്ളൊരു പറയില്ലേ, ഈഗോന്നോ ഒക്കെ പറയാവുന്ന നമ്മുടെ ഉള്ളിലത്തെ ഒരു ഐഡൻറ്റിറ്റി, എൻ്റെ മറ്റ് എല്ലാവരിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളൊരു ഐഡൻറ്റിറ്റി നിലനിർത്തിക്കൊണ്ട് തന്നെ
നമുക്ക് എങ്ങനെ പ്രകൃതിയുമായും സമൂഹമായും ഒത്തുപോകാം എന്നുള്ളതാണ്. അങ്ങനെ പോയാൽ ഒരു പക്ഷേ സന്തോഷമായിട്ട് ഒരാൾക്ക് ജീവിക്കാമല്ലോ. അതിന് മതങ്ങൾ പറയുന്ന ഒരു ലോജിക്കുണ്ട് അതിനെങ്ങനെ ചെയ്യണം എന്നുള്ളതൊക്കെ. അങ്ങനെ എല്ലാം നീ അപ്പം നമ്മുടെ സ്വന്തമായിട്ടുള്ള ഐഡന്റിറ്റീനെ മൊത്തമായിട്ട് അവർ നിരാകരിച്ചുകൊണ്ടുള്ളൊരു സൊല്യൂഷനാണ് പൊതുവെ മതം തരുന്നത്. അതേസമയം ഇപ്പോൾ ഉള്ള ഒരു കുറച്ച് ഐഡന്റിറ്റിക്ക് കുറച്ച് പ്രാധാന്യം തരുന്നുണ്ടെങ്കിലും നമ്മൾ ഇതുമാതിരിയുള്ള IT കമ്പനിക്കാരുടെ പോലെ പ്രകൃതിയിൽ നിന്നാകെ മാറിപ്പോവുകയും ചെയ്യുന്നു. എന്താണ് നമ്മുടെ സൊല്യൂഷൻ എന്നുള്ളതാണ് ഇടയ്ക്കുള്ള. അല്ല, ഇത് പഴയ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ നിന്നുള്ള ചോദ്യമാണ് ഇയാൾ ഈ പറയുന്നത്. നമ്മളെന്ന് പറയുന്ന ജീവിയുടെ സവിശേഷമായിട്ടുള്ള കഴിവുകളെയും വ്യത്യാസങ്ങളെയും അറിയേണ്ടതുണ്ട്. ഇപ്പോൾ ഒരു കൂട്ട ഉറുമ്പ് അവരൊരു സംഘജീവിയാണ്, മനുഷ്യനൊരു സംഘജീവിയാണ്, സിംഹം ഒരു സംഘജീവിയാണ്, മാനൊരു സംഘജീവിയാണ്. പക്ഷെ ഈ സംഘജീവികളെല്ലാം വ്യത്യസ്തവുമാണ്. ഉറുമ്പിൻ്റെയോ തേനീച്ചയുടെയോ ചെതലിൻ്റെയോ ഒക്കെ ലോകമെടുത്താൽ അതിനെ അവർ സൂപ്പർ ഓർഗാനിസം എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഒറ്റ ജീവിയായിട്ടാണ് അവർ മുഴുവൻ പേരും പ്രവർത്തിക്കുന്നത്. അവർക്ക് വ്യക്തിഗതമായി ഞാൻ ഇതിൽ ജീവിക്കുന്നു എന്നുള്ള ഒരു സാധനമില്ല. ഇപ്പോൾ ഒരു കൂട്ട ഉറുമ്പ് നടന്ന് ഒരു നദിയുടെ തീരത്തോട്ട് എത്തിക്കഴിഞ്ഞാൽ ആദ്യത്തെ ഉറുമ്പ് അവിടോട്ട് എത്തി നിൽക്കും. വെള്ളത്തിൻ്റെ മുകളിലേക്ക് പരമാവധി എത്തി നിൽക്കാൻ പറ്റുന്ന അത്രയും നിൽക്കും. അതിൻ്റെ മുകളിലാണ് വേറൊരു ഉറുമ്പ് വന്നിരിക്കും. അതിൻ്റെ അറ്റത്തും ഇതുപോലെ എത്തി നിൽക്കും. ഇങ്ങനെ ഓരോ ഉറുമ്പ് എത്തി നിൽത്ത് അവസാനം ഈ തോട്ടിൻ്റെ അക്കരെ കടന്ന് എല്ലാവരും പോകും. പക്ഷേ ഈ ആദ്യത്തെ ആളുകളെല്ലാം ചത്തുപോകും. ഞാൻ ചത്തുപോകും എന്ന് വിചാരിക്കുന്നേ ഇല്ല ആ ജീവി. കാരണം അത്രത്തോളം ഈ കോളനിയുടെ പാർട്ടാണ് അവർ. ഇൻഡിവിജ്വേഷൻ സംഭവിച്ചിട്ടില്ല. പക്ഷേ കോംപ്ലക്സ് ആയ ജീവികളിലേക്ക് വരുമ്പോൾ സംഘമായി ഇരിക്കുമ്പോൾ തന്നെ കൂടുതൽ ഇൻഡിവിജ്വേഷൻ വന്നിട്ടുള്ള ജീവികളാണ്. അതിനകത്ത് ഒരു ജീവി മാത്രമാണ് മനുഷ്യർ. സിംഹം കൂട്ടമായിട്ട് പോയിട്ട് മാനിനെ പിടിക്കും. പക്ഷെ കൂട്ടത്തിൽ ബലമുള്ളവർ ആദ്യം നിന്നു തുടങ്ങും. ബാക്കിയുള്ളവർ പുറകോട്ട് മാറി നിൽക്കത്തേ ഉള്ളൂ, കടി കിട്ടുക. പക്ഷെ ഒന്നിച്ചാ പിടിക്കുന്നത്. ആ ഒന്നിച്ച് പിടിക്കുന്നതിൻ്റെ അഡ്വാൻറ്റേജ് അവർക്കുണ്ട്. പക്ഷേ മറ്റുള്ളവർ കൊള്ളാവുന്നതെല്ലാം തിന്നതിന് ശേഷമുള്ളതേ എല്ലാം ബാക്കിയുള്ളവർക്ക് കിട്ടുള്ളൂ. ബലം കുറഞ്ഞവർ വരെ അങ്ങനെ കിട്ടുള്ളൂ. ഇങ്ങനത്തെ ആ കൂട്ടത്തിനകത്ത് ഞാൻ അടുത്ത തവണ പിടിക്കാൻ വരുന്നില്ല എന്ന് പറഞ്ഞാൽ ഒന്നും കിട്ടുന്നില്ല, കിട്ടാതെ. അപ്പോൾ അത് ചെയ്യില്ല. അങ്ങനത്തെ കൂട്ടമാണ്. ഈ കൂട്ടത്തിൻ്റെ അറ്റത്ത് വരുന്നവരാണ് മനുഷ്യർ. വ്യക്തിഗതമായ അതിരുകൾ അനുഭവിക്കുകയും നമ്മുടെ എന്ന് പറയുന്നവരുമായി യോജിപ്പുള്ള ആളുകളാണ്. അപ്പോൾ ആദ്യകാലത്ത് ഒരു ഗോത്രത്തിനകത്തെ അംഗമാണ്. ആ ഗോത്രത്തിനകത്തെ അംഗം ഈ ഉറുമ്പിൻ്റെ ലെവലിലായിരുന്നു. ഗോത്രത്തിന് വേണ്ടി ചാകുവരും. ഇന്ന് നമ്മൾ നമ്മുടെ ആൾക്കാർക്ക് വേണ്ടി മരിക്കും. അത് ഈ സ്ഥലമാണ്, ഈ ഉറുമ്പിൻ്റെ സ്ഥലമാണ്. അത് നമ്മളിലുള്ളതാണ്. അന്യർക്ക് വേണ്ടി അത് പറ്റത്തില്ല. അന്യരായിട്ട് നമുക്ക് അത് ചെയ്യാൻ ഒക്കത്തില്ല. അപ്പോൾ അന്യരും നമ്മളുമായിട്ട് നമ്മുടെ ആൾക്കാർക്ക് വേണ്ടി ജീവിക്കുന്ന ജീവിയാണ് മനുഷ്യർ. അതൊരിക്കൽ നമ്മളിങ്ങനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരു പാടുമില്ല നമ്മുടെ ജീവിതത്തിനകത്ത്. നമ്മൾ എന്തുകൊണ്ടാണ് ഈ എൻ്റെ വ്യക്തിഗതമായ ആവശ്യം എന്ന് പറയുന്നത് കൂട്ടായ സമൂഹത്തിൻ്റെ ആവശ്യവും തമ്മിൽ താതാത്മ്യപ്പെട്ടിരിക്കുന്ന സ്ഥലങ്ങളിലെല്ലാം ഒരു കോൺഫ്ലിക്റ്റും അനുഭവിക്കത്തില്ല. നമ്മുടെ ആൾക്കാർക്ക് വേണ്ടി മരിക്കുന്നവരാണ്. അല്ലാതെ ഞാൻ മരിക്കുന്നതിനകത്ത്, അതുകൊണ്ടാണ് നമ്മൾ യുദ്ധം ചെയ്യാൻ പോകുന്നത്. നമ്മുടെ ആൾക്കാർക്ക് വേണ്ടി, നമ്മുടെ രാജ്യത്തിന് വേണ്ടി, നമ്മുടെ എന്ന് പറയുന്ന ഐഡന്റിറ്റിയിൽ തന്നെ അത് പരിഹരിക്കുന്നതാണ്. അത് നമ്മുടേതല്ലെന്ന് തോന്നുന്ന എല്ലാ സമയത്തും ഇതിന് ദുഃഖം അനുഭവിക്കും. ഇതുകൊണ്ടാണ് നമ്മുടേതായി അനുഭവിക്കണം എന്ന് പറയുക ഫിലോസഫിക്കാർ മുഴുവൻ പറയാൻ പഠിപ്പിക്കുന്നതിനാണ്. ഇത് നമ്മുടേതാണെന്ന് മനസ്സിലാക്കിയാൽ ചെയ്ത പ്രവൃത്തിയും അനുഭവിക്കുന്നതൊക്കെ ഒരുപോലെ തന്നെയാണ്. എൻ്റെ ഗുരുവും ചായ കുടിക്കുന്നതും ഞാനും ചായ കുടിക്കുന്നതും ഒരാൾ സ്വാതന്ത്ര്യത്തോടെ ചെയ്യുന്നെന്ന് പറയുന്ന പോലുള്ള വ്യത്യാസമേ അവിടെ വരുള്ളൂ. പക്ഷെ അപ്പോഴും അത് എനിക്ക് മനസ്സിലായി. അത് അപ്പോഴും അവൻ്റെ സ്വന്തം പിന്നെ ഇല്ല. അതാണ് ഇയാളെ അത് മനസ്സിലാക്കേണ്ടത്.
നമ്മുടെ പ്രാധാന്യം വന്നു കഴിഞ്ഞാൽ അവൻ്റെ സ്വന്തം എന്ന് പറഞ്ഞൊരു എക്സിസ്റ്റൻസ് ഒരു ജീവിക്കുകയില്ല. ഇയാളെ സ്വന്തമായി ജനിക്കാനൊക്കത്തില്ല. അത് വളരെ സൂക്ഷിച്ച് മനസ്സിലാക്കണം ഞാൻ ഈ പറയുന്ന പോയിന്റ്. ഇപ്പോൾ ഒരു ആമയുടെ കുഞ്ഞോ ഒരു പാമ്പിൻ്റെ കുഞ്ഞോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു തെങ്ങേന്ന് വീഴുന്ന തേങ്ങയോ അതിന് പരിചരണമില്ല. മുട്ട ഇട്ടിട്ട് തന്നെ തള്ളയും പോവും, തന്ത വരുന്നില്ല, തള്ളയിട്ട പോവും, ഒരു പരിചരണവുമില്ല. പക്ഷെ അതിൻ്റെ മുഴുവൻ അറിവും ഉള്ളതാ. അമ്മയുടെ അറിവ് മുഴുവൻ അതിനുണ്ട്. ആ അറിവ് മാറി ജീവിക്കാൻ പിന്നെന്തു അത് വളരുന്നത് ലൈംഗിക മെച്യൂരിറ്റിക്ക് വേണ്ടി മാത്രമേ വളരുന്നുള്ളൂ, അല്ലാതെ വേറെ ഒന്നും പുതിയ അറിവുകൾ സംഘടിപ്പിക്കുന്നില്ല. പക്ഷെ പരിചരണമുണ്ടാക്കി പേരൻറ്റിങ് എന്ന് പറയുന്ന സംഭവം കിളികളിലാണ് ആരംഭിച്ചിരിക്കുന്നത്, മീനുകളിലൊക്കെ കുറച്ച് ആരംഭിച്ചിട്ടുണ്ട്. ആ ആരംഭിച്ച സാധനത്തിൻ്റെ വികാസം കൊണ്ടാണ് നമ്മൾ കടപ്പെട്ട അമ്മയോടൊക്കെ കടപ്പെട്ടവരായി മാറുന്ന ആ പോയിന്റിലാണ് പേരൻറ്റിങ് ഉള്ളിടത്താണ്. ഈ പേരൻറ്റിങ്ങും സംഘമായിരിക്കുന്നതിൻ്റെ അഡ്വാൻറ്റേജിനകത്തൂടെയാണ് നമ്മളെല്ലാം രൂപപ്പെട്ടിട്ടുള്ളത്. ഇയാൾ ഞാനും ഭാഷ സംസാരിക്കുന്നത് ജനിക്കുമ്പോൾ കിട്ടത്തില്ല, പഠിപ്പിച്ചേ പറ്റൂ. അപ്പം ഇന്ന് നമ്മളായിരിക്കുന്നത് നമ്മുടെ ആൾക്കാരുടെ ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ടാണ് താനും ഞാനും ഇവിടെ ജീവനോടെ ഇരിക്കുന്നത്. ഇത് തിരിച്ചറിഞ്ഞ് വളർത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഈ കോൺഫ്ലിക്റ്റ് അനുഭവിക്കത്തേയില്ല. നീ നമ്മുടെ അല്ലെന്ന് പറഞ്ഞ് പുറത്താക്കുന്ന ഏത് സമയത്തും ഇത് ഭയങ്കര കോൺഫ്ലിക്റ്റായിട്ട് അനുഭവിക്കും. ഇങ്ങനെയാണ് അത് വരുന്നത്. അപ്പോൾ ഇൻഡിവിജ്വേഷൻ എന്ന് നമ്മൾ പറയുന്ന സാധനം ഇത്ര ശക്തമായി മാറുന്നത് നീ ഞങ്ങളുടേതല്ല എന്ന് പറയുന്ന പുത്തൻ ആശയങ്ങളും പുതിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ വിദ്യാഭ്യാസത്തിനകത്തൂടെ വീട് വിട്ടുപോകാനായിട്ട് പരിശീലിപ്പിക്കപ്പെടുന്ന കുട്ടികളായപ്പോൾ ഉള്ളത്. പണ്ടേ അങ്ങനെയല്ല. കൃഷിക്കാരായിരിക്കുന്ന അമ്മയുടെ അച്ഛൻ്റെയും കൂടെ ജീവിച്ച് അവരുടെ അറിവ് മാത്രം നേടി അവരുടെ സ്വത്തിൽ തന്നെ കഴിയുന്നവരായിരുന്നു നമ്മൾ. അപ്പം നമ്മുടെ അമ്മയും അച്ഛനെ നോക്കുക എന്ന് പറയുന്നത് വളരെ സ്വാഭാവികമാണ്. കാര്യം കൊണ്ട് വേറെ ഒന്നുമില്ല നമ്മുടെ ജീവിതത്തിൽ. വിദ്യാഭ്യാസം നേടുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? വീട് വിട്ടുപോയി വേറെ ആകാൻ വേണ്ടിയാണ് പരിശീലിപ്പിക്കുന്നത്. തെങ്ങയിൽ നിന്ന് വീഴുന്ന തേങ്ങ ഉരുണ്ടുപോയി ദൂരെ വെള്ളത്തിനകത്ത് ഉരുണ്ട് അവിടെ നിന്ന് ഒഴുകിപ്പോയി എവിടെയെങ്കിലും ഇരുന്ന് കിളിക്കുന്നത് പോലെയാണ് ഈ ആധുനിക സമൂഹത്തിൻ്റെ അകത്തെ വ്യക്തികൾ. പഴയ മൂല്യബോധത്തിനകത്തൂടെ നീ എന്തുകൊണ്ടാണ് തിരിച്ചുവിടെ വരാത്തത് കഴിഞ്ഞാൽ എടാ വക്കീലായിട്ട് പഠിച്ചിട്ട് വീട്ടിൽ വന്ന് വാദിക്കാൻ പറ്റുമോ? ഡോക്ടറായിട്ട് വന്ന് വീട്ടിൽ വന്ന് ചികിത്സിക്കാൻ പറ്റുമോ? എഞ്ചിനീയറായിട്ട് പാലം പണിയാൻ പറ്റുമോ വീട്ടിൽ? ഇതൊന്നും പറ്റത്തില്ല. അപ്പം നമ്മൾ അകന്നു പോകാൻ വേണ്ടി രൂപപ്പെടുത്തിയ പുത്തൻ സിസ്റ്റം കൊണ്ടുണ്ടായ കോൺഫ്ലിക്റ്റാണ് ഇയാളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ ആളുകൾ തമ്മിൽ എൻ്റെ ആവശ്യത്തിന് എന്ന് പറയുന്ന പോയിന്റ് ചെന്ന് പെട്ടത്. ഇത് വ്യവസായ സമൂഹ ആവശ്യം മാത്രമല്ല മൈത്രേയൻ. അതായത് എൻ്റെ ആവശ്യം ഒരു ഭാഗത്തുണ്ട്, അത് ശരി, അത് പോട്ടേന്ന് വയ്ക്കാം. പക്ഷേ പലപ്പോഴും നമ്മൾ ജനിതകമായ വ്യത്യാസങ്ങൾ കൊണ്ട് നമ്മൾക്ക് എല്ലാവർക്കും അവരുടേതായ യുണീക്കായിട്ടുള്ള പറ്റത്തില്ല. അത് ഇയാൾ വെറുതെ വിചാരിക്കുന്നതാണ്. അത് അങ്ങനെ അല്ലെന്നാണ് ഞാനീ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരാളെ പോലെ ഒരാൾ ലോകത്തില്ല എന്ന് പറയുമ്പോഴും ഇയാൾ ഒറ്റയ്ക്ക് മലയാള ഭാഷ സംസാരിക്കത്തില്ല. തീർച്ചയായിട്ടും. അതുകൊണ്ടാണ് അത് മനസ്സിലാക്കേണ്ടത്. ഇയാൾ ഇപ്പൊ ഇട്ടിരിക്കുന്ന ഉടുപ്പ് ഇയാളെ അറിഞ്ഞുകൂടാത്ത ആളുകൾ ഉണ്ടാക്കിയ ഉടുപ്പാ, ഇയാൾക്ക് വേണ്ടി ഉണ്ടാക്കിയതേ അല്ല. പക്ഷെ ഇയാളെ പോലെ ഒരാളെ ഉന്നം വെച്ചുണ്ടാക്കിയത് തന്നെയാണ്. ഈ വലിയ സിസ്റ്റത്തിനകത്താണ് നമ്മളിപ്പോ. ഇതുകൊണ്ടാണ് എനിക്കത് മനസ്സിലായി. എന്റെ ചോദ്യം എന്റെ മാത്രം ചോദ്യമല്ല. അതായത് ഇപ്പൊ മൈത്രേയന്റെ പോലെ മൈത്രേയനേ ഉള്ളൂ. അത് എല്ലാവരും അങ്ങനെയാണെന്ന്. പക്ഷെ മൈത്രേയൻ ചെയ്യേണ്ട കാര്യം മൈത്രേയൻ ചെയ്തില്ലെങ്കിൽ പിന്നെ ആര് ചെയ്യും? അല്ല, അത് അങ്ങനല്ല. നമ്മൾ ആരെങ്കിലും എന്തെങ്കിലും ചെയ്യാനുള്ളവരല്ല. നമ്മളെല്ലാവരും ജീവിക്കുന്നത്. അങ്ങനെയുള്ള ഒരു ചോദന നമുക്കില്ല. നമ്മളെല്ലാവരും ജീവിക്കുക മാത്രമാണ്. അല്ല, നമുക്ക് ചെയ്യാനൊന്നുമില്ല. നമ്മൾ ജീവിക്കുകയാണ് ചെയ്യുന്നത്. ഈ ജോലി ചെയ്യാനായിട്ടാണ് നമ്മളെല്ലാം ഉണ്ടായതെന്ന് തെറ്റിദ്ധരിക്കുന്നതുകൊണ്ടാണ് ഇത് ഇങ്ങനെ ഇയാൾ പറയുന്നത്. നമ്മൾ പഠിക്കുന്നത് ജോലിക്കാരാകാനല്ല, ജീവിക്കാനാണ് പഠിക്കുന്നത്. പക്ഷെ ജോലിക്കാരായിട്ട് നമ്മൾ ഉപയോഗിക്കപ്പെട്ടു പോകുന്നതുകൊണ്ടാണ് നമുക്ക് ഈ കൺഫ്യൂഷൻ ഉണ്ടാകുന്നത്. ഇതാണ് ഈ പ്രശ്നം. ഇയാളിപ്പോൾ ഞാനിത് വളരെ എങ്ങനെ ആധുനിക സമൂഹം എങ്ങനെയാണ് ആളുകളെ രൂപപ്പെടുത്തി ഉത്തരവാദിത്തപ്പെടുത്തിയിട്ട് അത് ജീവിക്കാൻ പറ്റാത്തടത്ത് നിർത്തിയിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ അനുഭവിക്കുന്ന പ്രശ്നം. അതാണ് പ്രശ്നം ഉണ്ടാക്കുന്നത്. നമ്മളാരും ജോലി ചെയ്യാനുണ്ടായവരല്ല. കുരങ്ങ് മരത്തെ കയറാൻ പഠിക്കുകയല്ല ചെയ്യുന്നേ. അതതിൻ്റെ പണിയല്ല.
അത് ജീവിക്കുമ്പോൾ അങ്ങനെയാണ്. ഇതിന് പകരം നമ്മൾ എന്താ ചെയ്യുന്നത്, ആരെങ്കിലും വിളിച്ച് ജോലി തരാനായിട്ടാണ് നമ്മൾ പഠിച്ചതെന്നാണ് പറയുന്നത്. നമ്മൾ പഠിച്ചത് ജീവിക്കാനാണെന്ന് അറിഞ്ഞൂടാ. സെക്കൻഡറി ആയിട്ടാ ജീവിതം ഇപ്പം നിൽക്കുന്നത്. നമുക്ക് ജോലി ഉണ്ടെങ്കിൽ ജീവിക്കാമെന്നാണ് പറയുന്നത്. അങ്ങനെയല്ല, ജീവിക്കാൻ വേണ്ടി ജോലി ചെയ്യുന്നവരായി മാറുമ്പോഴേ ഈ ഷിഫ്റ്റ് വരുത്തുള്ളൂ. അത് വരാതെ ഇരിക്കുന്ന ഈ കോൺഫ്ലിക്റ്റ് ഈ സിസ്റ്റം കൊണ്ട് രൂപപ്പെടുത്തിയതാ. അപ്പം നമ്മളെ വല്ലവർക്കും ഉപയോഗിക്കാൻ വേണ്ടി ഉണ്ടാക്കിയിട്ട് നിന്റെ ജീവിതമാണ് ഇതെന്ന് പറയുകയും കൂടെ ചെയ്യും. ഇതാണ് മോട്ടിവേഷണൽ സ്പീക്കേഴ്സ് വന്നിട്ട് പറയും, നിങ്ങൾ സ്വന്തമായി തീരുമാനം എടുക്കണം, അപ്പോൾ പറഞ്ഞാൽ അനുസരിക്കണമെന്ന് വീട്ടിൽ നിന്ന് പറയും. കംപ്ലീറ്റ് കൺഫ്യൂഷനാണ്. രണ്ട് മെസ്സേജ് ഒരേ സമയത്ത് കിട്ടുന്ന മനുഷ്യരുടെ പ്രശ്നമാണ് ഇയാൾ പറയുന്നത്. ഇതിനെയാണ് നമ്മൾ ഏകോപിപ്പിക്കാൻ വേണ്ടിയാണ് ഞാനൊക്കെ ഇരുന്ന് സംസാരിക്കുന്നത്. ഈ ലോകം മാറിപ്പോയി. വ്യക്തിഗതമായി ഇൻഡിവിജ്വലായി നമ്മൾ പഠിക്കുന്നത് മുഴുവനും വീട് വിട്ടുപോയി തന്നെത്താൻ ജീവിക്കാൻ വേണ്ടി രൂപപ്പെടുത്തിയ പുത്തൻ സിസ്റ്റത്തിനകത്ത് പഴയ ലോകത്തിനകത്തെ മൂല്യങ്ങൾ നമ്മൾ കടന്നു വന്ന് പീഡിപ്പിക്കുന്നതാണ് നമ്മൾ അനുഭവിക്കുന്ന സംഘർഷം. ഇങ്ങനെ ഇതിനെ മനസ്സിലാക്കാതെ നമ്മൾ മര്യാദയില്ലാതെ ജീവിക്കുന്നവരാണ്. നമ്മൾ ചെയ്യുന്ന ജോലി, നമ്മുടെ കുഞ്ഞിനെ വളർത്തുന്നത് അമ്മയും അച്ഛനെ നോക്കാതാണെന്നുള്ള തരത്തിലാണ് നമ്മൾ അനുഭവിക്കുന്നത്. ഇപ്പോൾ ഇയാൾ ജോലിക്ക് ഇവിടുന്ന് അവധി എടുത്തിട്ട് വേണം ഇയാൾ പോയി അമ്മയെ നോക്കാൻ. ഓഫീസിൽ നിന്ന് ജോലി എടുത്തിട്ട് പോയി നിൽക്കുന്നവൻ്റെ ശരീരവും കാലും എല്ലാം പുറത്താണ് അമ്മയെ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴേ. കാരണം അവനറിയാം ഓഫീസിലെ പണിയും അവിടെ മൗണ്ട് ചെയ്യുന്നുണ്ട്. ഇത്ര ദിവസം കഴിഞ്ഞ് അവിടെ ചെത്തിയില്ലെങ്കിൽ ജോലിയിൽ നിന്ന് പിരിഞ്ഞു പോകും. പിരിച്ചു വിട്ടു കഴിഞ്ഞാൽ വരുമാനം ഉണ്ടാകത്തില്ല, കുട്ടികളെ പഠിപ്പിക്കാനൊക്കത്തില്ല എന്ന് പറയുന്ന പ്രശ്നമായിട്ട് നിൽക്കുന്ന ആളാണ് ഇവിടെ അമ്മയെ നോക്കാൻ നിൽക്കേണ്ടത്. അമ്മമാർക്ക് ഇങ്ങനെ നോക്കുമ്പോൾ തന്നെ കാണാം ഇവന് ഇവിടെ ഇല്ലെന്നറിയാം, ശരീരം മാത്രമേ ഇവിടെ ഉള്ളൂ, ആളിവിടെ ഇല്ലെന്ന് കാണാൻ പറ്റും. നീ പൊക്കോ, ഇവിടെ നിൽക്കണ്ടെന്ന് പറയും. ഈ കോൺഫ്ലിക്റ്റ് ആണ് ഈ ആളുകളെ അനുഭവിക്കുന്നത്. രണ്ട് സിസ്റ്റം ഒന്നൊന്നിനെ മാറ്റി മറ്റൊന്നായി മാറിയിട്ടില്ലാത്തത് കൊണ്ടാണ് അമ്മയും അച്ഛനെയും നോക്കാൻ വേണ്ടി അല്ല മക്കള്. അതാ നമ്മൾ അറിയേണ്ടതുണ്ട്. ജോലി ചെയ്യാനും ഉള്ളവരല്ല, ജീവിക്കാനാണ്. നമ്മൾ ജീവിക്കുകയാണ് ചെയ്യുന്നത്. അതിന് വരുമാനം ഉണ്ടാകാൻ ഇത് ഉപയോഗിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. ഇങ്ങനെ ഇതിനെ മനസ്സിലാക്കാതെ ജോലി എടുക്കാൻ, ഇപ്പം നമ്മളിപ്പോൾ വരുന്ന സമയത്ത് ജോലി പോകുമെന്നാണ് ആൾക്കാരുടെ പേടി. വന്നാൽ ലെഷർ കൂടണ്ട. നമ്മൾ ഒരു പറഞ്ഞ പ്രശ്നമുണ്ടല്ലോ, ഈ ആളുകളെ വേണ്ടാത്ത, അത് വേറെ കാരണമാണ്. അതാണ് അതിന്റെ പ്രശ്നം. നമുക്ക് വേണ്ടിയല്ല അത് ഉണ്ടാകുന്നുള്ളതുകൊണ്ടാണ്, നമ്മളെ ഒഴിവാക്കാൻ വേണ്ടി അതുണ്ടാകുന്നതുകൊണ്ടാണ്. അല്ലെങ്കിൽ ലോകത്ത് നമ്മളൊരു പിച്ചാത്തി കണ്ടുപിടിക്കുന്നത് നമ്മളെ സഹായിക്കാനാണ്. നമ്മൾ ബുൾഡോസർ കണ്ടുപിടിച്ചത് നമ്മളെ സഹായിക്കാനാണ്, പണിയെടുക്കുന്നവരെ സഹായിക്കാനാണ്. പണിയെടുക്കുന്നവരെ ഇല്ലാതാക്കാനല്ല, ഒഴിവാക്കാനല്ല, അവർക്ക് ലെഷർ കൊടുക്കാനാണ്. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ ഏരിയയാണ് നമ്മൾ വർക്കൗട്ട് ചെയ്യേണ്ടത്. ഇത് മനസ്സിലാക്കാതെ നമ്മൾ ജീവിതത്തിനെ മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ ഈ പറയുന്ന കോൺഫ്ലിക്റ്റിൽ എപ്പോഴും ചെന്ന് വിടും. കാരണം വ്യക്തിഗതമായി നമ്മൾ ചെയ്യേണ്ട പണിയാണെന്ന് തോന്നിപ്പിക്കുകയും വല്ലവരും നമ്മളെ ഉപയോഗിക്കാനായിട്ട് ഇരുത്തുകയും ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന കോൺഫ്ലിക്റ്റാണ് ഈ പറയുന്ന സ്ട്രെസ് മുഴുവൻ ഉൽപ്പാദിപ്പിക്കുന്ന അവിടുന്ന്. ഇത് ആർക്ക് വേണ്ടിയാണ്? നമ്മൾ ഉണ്ടാക്കിയ കാറ് നമ്മുടേതല്ല ദൈവം. ഇയാളൊരു ഒരു കൊല്ലപ്പണിക്കാരൻ്റെ വീട്ടിലാണെന്ന് വെച്ചോ, ഇയാൾ ഉണ്ടാക്കുന്ന എല്ലാം ഇയാൾ ഉണ്ടാക്കിയതാണ്. ഇത് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇയാൾ അധ്വാനിച്ചാൽ ഇയാളുടെ ഉണ്ടാക്കിയ സാധനം ഇയാളേതല്ല. ഇതാണ് കൂലിക്ക് ജോലി ചെയ്യുന്നവരും അധ്വാനിക്കുന്ന ഒരാളും തമ്മിലുള്ള വ്യത്യാസം. കുറച്ച് റിസ്ക് ഒക്കെ കൂടുതലുണ്ടെങ്കിലും കുറച്ച് ഫ്രീലാൻസ് ഒക്കെ ചെയ്യുന്നതാണ് നല്ലത്. അല്ല, അതിപ്പോഴത്തെ നമ്മൾ ഓപ്ഷൻസാണ്. അത് നമ്മൾ ഈ പറയുന്ന വിഷയത്തിനകത്ത് ഇടനിലയ്ക്ക് ഇപ്പം നമുക്ക് ഈ ലോകം മുഴുവൻ മാറ്റാൻ പറ്റുന്നില്ല. ഇതിപ്പം മറ്റേ IT കമ്പനി നന്നാക്കാൻ പറ്റത്തില്ല, വീട്ടുകാരെ നന്നാക്കാൻ പറ്റത്തില്ല, എന്നാൽ പിന്നെ ഞാൻ എന്തുവാ ചെയ്യാൻ പറ്റുന്നതെന്ന് ആലോചിക്കുന്നതിൻ്റെ ഓപ്ഷനെ പറ്റിയാണ് ഇയാൾ ചോദിക്കുന്നത്. അതൊക്കെ ചെയ്യാം. അതങ്ങനെ അല്ലാതെ അത് മനസ്സിലായി. പക്ഷെ കളക്റ്റീവായി നമുക്കത് ചെയ്യാൻ പറ്റും. ഞാൻ ഈ പറയുന്നത് പോലെ വിഷയങ്ങൾ മനസ്സിലാക്കി ലോകത്തിനെ അങ്ങനെ മാറ്റിയിട്ടാണ് ആളുകൾ ജീവിതം സൗകര്യങ്ങളും സന്തോഷങ്ങളും വർദ്ധിപ്പിക്കുന്നത്. അല്ലാതെ നമ്മൾ ഒറ്റയ്ക്കൊറ്റയ്ക്കുള്ള സൊല്യൂഷൻസ് കുറച്ച് ദിവസത്തേക്കോ കുറച്ച് നാളത്തേക്ക് മാത്രമേ അത്തരത്തിലുള്ള വിടവുകൾ കിട്ടുകയുള്ളൂ. ആരെങ്കിലും കണ്ടുപിടിക്കും താനിങ്ങനെ അങ്ങനെ ഫ്രീ ആയിട്ട് നടക്കുന്നതെന്ന് കണ്ടുപിടിച്ച് ക്ലിപ്പിട്ടുകൊണ്ട് വെക്കളെ. നമ്മൾ പൊതുവെ എല്ലാവരോടും ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ 5-6 ചോദ്യങ്ങളായിട്ട് ആളുകളോട് ചോദിച്ചിട്ടുണ്ട്. അതിൻ്റെ ഉത്തരങ്ങൾ എപ്പോഴും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. കേൾക്കാനും ആൾക്കാർക്ക് ഭയങ്കര താല്പര്യമാണ്. പ്രായപൂർത്തിയായ ഒരു ആണും പെണ്ണും അവർക്ക് സുഹൃത്തുക്കൾ മാത്രമായി ഇരിക്കാൻ സാധിക്കുമോ കുറേ കാലം?